ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മൂകാംബികയിലത്തെ യാത്രയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ ആങ്ങളയുടെ ഭാര്യയും അവരുടെ മോളും കൂടിയിട്ട് അവരുടെ മോളുടെ കുട്ടിക്ക് എഴുത്തിന് വയ്ക്കാൻ വേണ്ടിയിട്ട് മൂകാംബികയിലേക്ക് പോയി. അവളുടെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ നിന്ന്. അപ്പോൾ വരുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 വയസ്സായി അവൾക്ക്. അപ്പോൾ 3 വയസ്സിൽ എഴുത്തിന് ഇരുത്തണമല്ലോ. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അവർ പോയതാണ്. നല്ല മഴയായിരുന്നു പോയപ്പോൾ. പിന്നെ അമ്പലത്തിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പൂജ വയ്പ്പിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടായാൻ അമ്പലത്തിൽ. തിരക്ക് കുറവായിരുന്നു. ചില കുട്ടികളൊക്കെ കരയുന്നുണ്ട് കേട്ടോ. കുറച്ച് കുട്ടികളുള്ളൂ, അധികം കുട്ടികളൊന്നുമില്ല. എന്താ വെച്ചാൽ ഇട ദിവസങ്ങളാണല്ലോ. അപ്പോൾ 3ാമത്തെ പിറന്നാളിൻ്റെ അന്ന് തന്നെയാണ് അവളെ എഴുത്തിനിരുത്തിയത്. അവർ എല്ലാവരും കുടജാദ്രിയിലേക്ക് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. പക്ഷേ അവർക്ക് അവിടേക്ക് എല്ലാവർക്കും കൂടി പോകാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് അവിടെ ചെന്നിട്ട് പനി വന്നു. പനിയും ഛർദിയൊക്കെ ആയിരുന്നു. അത് കാരണം കുട്ടീനെ അവർ കൊണ്ടുപോയില്ല. കുട്ടിയുടെ അച്ഛനും അമ്മയും മാത്രം കുടജാദ്രിയിലേക്ക് പോയി വന്നു. അവിടെ വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു. മഴ പെയ്തിട്ട് ആകെ ചെളി നിറഞ്ഞിട്ട് വണ്ടിയൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കാരണം കുട്ടീനെ റൂമിലിരുത്തി മുത്തച്ഛനും അമ്മൂമ്മയൊക്കെ നോക്കി. അവർ രണ്ടാളും പോയി വന്നു. ഞങ്ങൾക്കിവിടെ എളുപ്പം ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള തിരുവള്ളക്കാവ് അമ്പലമുണ്ട്. ഞങ്ങൾക്ക് അവിടെ എഴുത്തിനിരുത്തുകയായിരുന്നു എളുപ്പം. പക്ഷെ അവൾ എന്തായാലും മൂകാംബികയിലേക്ക് അപ്പോൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ എഴുത്തിനിരുത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചതാണ്. പിന്നെ ഇവിടെ ഈ പൂജ വയ്പ്പിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ അവിടെയൊക്കെ. തിരുവള്ളക്കാവ് അമ്പലത്തിൽ ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും വിഷമമായി. എന്നിട്ട് കുടജാദ്രിയിലേക്ക് പോകാൻ പറ്റാണ്ട് കുട്ടിയുടെ അച്ഛനും അമ്മയും മാത്രം പോയി വന്നു. മറ്റുള്ളവരൊക്കെ ഇത്തിരി പ്രായമായതല്ല കാരണം അവർ പോയില്ല. നല്ല മഴയും ആ സമയത്ത്. കുടജാദ്രിയിലേക്ക് പോണ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.